നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ നാണം കെട്ട് പുറത്താകും, മകൾ വീണ അകത്തുമാകും. മന്ത്രി മുഹമ്മദ് റിയാസിനും ഇനി രക്ഷയില്ല. പിണറായി കുടുംബത്തിന്റെ ഗതികേട് തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. പിണറായി വിജയൻ രണ്ടാം മൂഴം മുഖ്യമന്ത്രി പദവിയിൽ കാലാവധി പൂർത്തിയാക്കില്ലെന്നത് ഉറപ്പാണ്. മധുരയിലേക്ക് കിരീടം വച്ചുപോയ പിണറായി തലയിൽ മുണ്ടിട്ട് മധുരയിൽ നിന്ന് തിരിച്ചു തിരുവനന്തപുരത്ത് പറ്റും. ലാവ്ലിൻ കോഴക്കേസ് പോലെ ആയ കാലം മുഴുവൻ മകളുടെ മാസപ്പടി കേസ് വലിച്ചു നീട്ടാനാവില്ല. ഏറിയാൽ 6 മാസത്തിനുള്ളിൽ വീണയ്ക്ക് തടവ് ശിക്ഷ കിട്ടും. അപ്പീലൊന്നും കിട്ടുന്ന തട്ടിപ്പല്ല, പട്ടാപ്പകൽ നടന്ന കോടികളെ കോഴക്കൊള്ള. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് വീണ തായ്ക്കണ്ടി എന്ന മഹതിക്ക് ചുമത്തിയിരിക്കുന്നത്. കൂടാതെ വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്തുകയും ചെയ്യും. പിണറായി വിജയന്റെ തൊലിക്കെട്ടി അപാരം തന്നെ. മകൾ വീണ കോടികൾ കോഴ വാങ്ങിയതായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയിട്ട് പിണറായി വിജയന് നാണമില്ല. മധുരയിൽ പാർട്ടി സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന പിണറായി വിജയനെ ന്യായീകരിക്കുന്ന CPM എന്ന പാർട്ടിയെ നമിക്കണം. വീണ വാങ്ങിയ കോഴപ്പണത്തിന് സുഖജീവിതം നയിക്കുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിനും നാണമോ കുലുക്കമോ ഇല്ല. പിണറായി എന്ന കൊള്ളക്കമ്പനിക്ക് ചാമരം വീശുന്ന MV ഗോവിന്ദനെയും CPMലെ ഏഴാംകൂലി അടിമകളെ നമിക്കണം, ഒപ്പം സ്തുതിക്കണം. CPM മധുര പാർട്ടി കോൺഗ്രസിൽ വില്ലാളി വീരനായി വാഴുന്ന നേരത്താണ് പിണറായി വിജയനുമേൽ ഇടുത്തി വീണിരിക്കുന്നത്. മൂന്നാമത് മുഖ്യമന്ത്രിയാകാൻ മധുരയിൽ നിന്ന് ഉടുപ്പ് വാങ്ങി വരാനിരിക്കെയാണ് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പിണറായി മാത്രമല്ല, മരുമകൻ മന്ത്രി റിയാസും ഭാര്യ കമലയും മകൾ വീണയും മധുരയിൽ സുഖവാസം നടത്തി പാർട്ടിയുടെ കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മകൾ ഇരുമ്പഴി എണ്ണേണ്ടി വരുമെന്ന് പിണറായി പറയുന്നത്. ആഡംബര ജീവിതത്തിന്റെ അവതാരമായ കമലയും വീണയും പാവങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ പോയതിന്റെ യുക്തി ഒരാൾക്കും പിടികിട്ടുന്നില്ല. വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻ എന്ന ഉടായിപ്പ് കടലാസ് കമ്പനി കരിമണൽ കമ്പനിക്ക് ലോകോത്തര സാങ്കേതിക സഹായം നൽകിയതിനാണ് പ്രതിഫലം കൊടുത്തതെന്നാണ് പൊട്ട സഖാക്കൾ പറയുന്നത്. ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി പ്രതിഫലം വാങ്ങിയെന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയതിന്റെ ആശ്വാസത്തിലാണ് പിണറായി കുടുംബം സന്തോഷത്തോടെ ആവേശത്തോടെ മധുരയിലെ 24ാം പാർട്ടി കോൺഗ്രസിന് പോയത്. യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് CMRൽ നിന്ന് 2.70 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുടർഭരണം സംസ്ഥാനത്തെ CPMന്റെ മഹാവിജയമാണെന്ന് മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെയും വിവരമില്ലാത്ത ഊളൻ സഖാക്കളുടെയും പ്രശംസ ലഭിച്ച ദിവസം തന്നെയാണ് മാസപ്പടി കേസിൽ നിർണായക നടപടിയുണ്ടായത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതി ചേർക്കുക മാത്രമല്ല, വിചാരണ ചെയ്യാൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു. ഇനി പിണറായി വിജയന് കഷ്ടകാലമാണ്. മൂന്നാം മൂഴം മുഖ്യമന്ത്രി കസേര കിട്ടുമെന്ന പ്രതീക്ഷ വിജയന് എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. 2017നും 2020നും ഇടയിൽ കോടികൾ വീണയുടെ കമ്പനി കൈപ്പറ്റിയെന്നായിരുന്നു പുറത്തുവന്ന വിവരം. ഉന്നത വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന് കമ്പനി പ്രതിനിധികളുടെ മൊഴികളുണ്ടായിരുന്നു. വീണയുടെ കമ്പനിയും CMRലും തമ്മിൽ നിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടെന്നായിരുന്നു ആദ്യമൊക്കെ CPMന്റെ വാദം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വീണ വിജയനെ ചെന്നൈയിൽ വെച്ച് SFIO ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വീണയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിചേർക്കപ്പെട്ട സാഹചര്യത്തിലും MV ഗോവിന്ദനും പ്രകാശ് കാരാട്ടുമൊക്കെ പിണറായി നീതീകരിക്കുകയാണ്. കേരളത്തിൽ മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് പാർട്ടി കോൺഗ്രസിൽ അടക്കം ചർച്ച നടക്കുമ്പോൾ കേസിനെ CPM എങ്ങനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നത് കണ്ടറിയണം. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ മാത്രമാണ് വീണ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനം നൽകാതെ 2.7 കോടി രൂപ ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ അഴിമതി നടത്തിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. വിവാദമായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി അടക്കമുള്ളവരെ പ്രതി ചേർത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടപടി പ്രചാരണ ആയുധമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. CMRൽ കോടികൾ വീണയ്ക്ക് വെറുതെ നൽകിയതല്ലെന്നും ഇതിന് വേണ്ട സേവനം ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ അടക്കമുള്ളവരെ പ്രതി ചേർത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.